1 മാസം സമയം തന്നു. ടാലി പഠിച്ചില്ലെങ്കിൽ ജോലിക്ക് വരെ ആളെ വയ്ക്കുമെന്ന് പറഞ്ഞു. അച്ഛാ, ടെക്നോളജി മാറി വരുമല്ലേ, നമ്മളും അപ്ഡേറ്റ് ആവണ്ടേ? ഞാൻ എങ്ങനെയാ ഈ വയസ്സിൽ ഇതൊക്കെ പഠിച്ചെടുക്കുന്നത്? അച്ഛാ, ഒന്നുമില്ല, അച്ഛനെ കൊണ്ട് പറ്റും. ഓക്കെ, എപ്പോഴും പോരട്ടോ. ശരി ഏട്ടാ, ഓക്കെ. അമ്മയുടെ ഭർത്താവ് പൊളിച്ചെടുക്കി. എന്താ? ടാലി എക്സാമിൽ പാസ്സായി. അമ്മയ്ക്ക് കൊടുക്കച്ചാ. അച്ഛാ, സൂപ്പർ അച്ഛാ. പ്രഭു, ഒന്ന് മേലെ വരൂ. എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ നീ? ഇല്ലച്ചാ. മെഷീന്റെ വാസന എനിക്കും അറിയാം മോനെ. ഇല്ലച്ചാ, ബുക്ക് വാങ്ങാൻ പൈസ വേണമായിരുന്നു. അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചാ. ഞാനും ഫാക്ടറിയിൽ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. 17 വർഷം. ബിസിനസ്സുകൾ ഓരോന്നായി ചെയ്ത് കുറെ കടം ഉണ്ടാക്കി എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് 17 വയസ്സുണ്ടായിരുന്നു. എൻ്റെ അനിയൻ, എൻ്റെ അനിയത്തി, അവരെല്ലാം ചെറിയ കുട്ടികളായിരുന്നു. കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫാക്ടറി ജോലിക്ക് പോയത്. അവരൊക്കെ പഠിച്ച് ജീവിതത്തിൽ നല്ല നിലയിലെത്തി. എനിക്ക് മാത്രം പഠിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത് മോനെ. നീ നന്നായി വരണം. അച്ഛനെ പോലെ ആവാൻ പാടില്ല. അച്ഛാ, ഞാൻ... നീ നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങണം. ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. ഞാനുണ്ട്. സാറേ, പെൻഡിങ് റിട്ടേൺസ് എല്ലാം ഫയൽ ചെയ്തു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാർ. വിഷമിക്കണ്ട സാറേ. സാറേ, പിന്നെ വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ബാങ്ക് ലോണല്ലേ? അതെ സാർ. ശരിയാക്കാം. ഓക്കെ സാർ. ഒരു കാര്യം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ, ജനുവരിക്കുള്ളിൽ രജിസ്ട്രേഷൻ നടക്കണമെന്ന്. 3 ദിവസമായിട്ട് ഉറങ്ങാണ്ട് ജോലി ചെയ്യല്ലേ, കണ്ണൊക്കെ വല്ലാണ്ടായിരിക്കണം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്താ പറയുന്നത്? അതല്ല ഞാൻ... ഈ വീട്ടിൽ ആർക്കും എന്നെ മനസ്സിലാവില്ല. നിങ്ങൾ ഈ കാപ്പി ഒന്ന് കുടിക്കേ. കാപ്പി വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ ഈ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്താ പറഞ്ഞ, നീ എന്താ ചോദിച്ചോണ്ടിരുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. നീ ഇങ്ങനെ തന്നെയാ, ഒന്നും സംസാരിക്കാറില്ല. പ്രഭു, അച്ഛൻ വീണടാ, ഒന്ന് വേഗം വന്നേ. അച്ഛാ, മൈൽഡ് ഹാർട്ട് അറ്റാക്ക്. ഡോണ്ട് വറി, രക്ഷപ്പെടുത്താം. ഹാർട്ട് അറ്റാക്കോ? ഡോക്ടർ, കുഴപ്പമൊന്നുമില്ലല്ലോ? താനെന്ന് വാ. വീട്ടിൽ മുതിർന്നവരാരുമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ. ഫസ്റ്റ് അറ്റാക്ക്. ആൾക്ക് 2 മൈനർ ബ്ലോക്ക് ഉണ്ട്. സർജറി വേണം. ഇപ്പോഴേ ചെയ്താൽ സേഫാ.
ചെയ്യാം ഡോക്ടർ. ഗുഡ് ദെൻ. അവർ പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരും. കൺസെൻറ്റ് സൈൻ ചെയ്യണം. ഓക്കെ? ഒന്നുമില്ല, കുഴപ്പമില്ല. ഒന്ന് ചിരിച്ചിരിക്കെ. എന്തേലും കഴിച്ചോ? അമ്മയെ കൊണ്ടുപോയി എന്തേലും കഴിക്കുമോളെ. വാ അമ്മേ. എനിക്ക് വേണ്ട. നീ ചെല്ല്. പ്രഭു, അച്ഛാ, ഒരുപാട് കാശ് പോയോ? അച്ഛനിപ്പോ ഓക്കെ ആയില്ലേ? അത് മതി. പറയേ. എത്ര ചെലവായി എന്നാ ചോദിച്ചേ? സർജറി ചെയ്യാനല്ലേ അച്ഛാ? എല്ലാം നന്നായി നടന്നില്ലേ? പിന്നെ പൈസ അത് ഞാൻ മുഴുവൻ പൈസയോ? ഇറ്റ്സ് ഓക്കെ അച്ഛാ. അത് സാരമില്ല അച്ഛാ. നോക്ക്, ഇനി നിങ്ങൾ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുക. ഞാനും കൂടെ വരാം. വിക്കി, മേത്ത സാർ എത്രാമത്തെ അറ്റാക്കിലാണ് മരിച്ചത്? രണ്ടാമത്തെ സാർ. സിറ്റിയിൽ നിന്ന് മാറിയാണെന്നൊന്നും വിചാരിക്കണ്ട സാറേ. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് അല്ലേ. വീട് ഇഷ്ടപ്പെട്ടു മാഷേ. പറയാം. വേറെ ഒരു പാർട്ടിയോടെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയൊരു അഡ്വാൻസ് തരുമായിരുന്നെങ്കിൽ വീട് നമുക്ക് ബ്ലോക്ക് ചെയ്യായിരുന്നു. ആ വീട് വാങ്ങാന്നാ വിചാരിക്കുന്നേ. അനിയനായതുകൊണ്ടാ ചോദിക്കുന്നേ. എനിക്ക് കുറച്ച് കടം തന്നാ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു തരാം. ഇപ്പൊ വീട് വാങ്ങണ കാര്യത്തിൽ വെറുതെ എന്തിനാ നിങ്ങളിങ്ങനെ വാശി പിടിക്കുന്നത്? ചന്ദ്രയോട് സംസാരിച്ചിട്ട് തന്നെ എത്ര വർഷമായി. വീട് വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് സ്വന്തം അനിയത്തിയോട് എന്തിനാ ഇത്രയും വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്നത്? എന്തിനാ എത്ര ദേഷ്യം വാസു? വീട് വാങ്ങണമെന്ന് വിചാരിക്കുന്നത് ദേഷ്യം കൊണ്ടല്ല മുരളി. വീടെന്ന് പറഞ്ഞ അതൊരു സ്വപ്നം അല്ലേ? ഓപ്പണായിട്ട് സംസാരിക്കാം. അതാ നമുക്ക് രണ്ടുപേർക്ക് നല്ലത്. നിന്റെ ഹെൽത്ത് ശരിയല്ല, ഇപ്പൊ റെസ്റ്റ് എടുത്തിരിക്കുക. ആ സമയത്ത് ഇത്രയും വലിയ എമൗണ്ട് ഞാൻ എന്ത് വിശ്വസിച്ച് തരും? പ്രഭുവിന്റെ കോളേജ് ഈ വർഷം കഴിയൂലോ. ഉറപ്പായിട്ടും അവനൊരു നല്ല ജോലി കിട്ടും. +2 അവൻ എത്ര മാർക്കുണ്ടായിരുന്നു? അവന് നല്ല മാർക്കൊക്കെ ഉണ്ട്. കോളേജിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വരുന്നുണ്ട്. നല്ല കമ്പനിയിൽ ജോലി കിട്ടും അവന്. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യ് പ്ലീസ്. ശരി, ഞാനൊരു കാര്യം പറയാം.
അച്ഛൻ എന്തിനാ അയാളുടെ അടുത്തേക്ക് പോയത്? എടാ, എന്താ അദ്ദേഹം പറഞ്ഞേ? പ്രഭുവിന് ജോലി കിട്ടിയ ശേഷം അപ്പോയിൻമെന്റ് ലെറ്ററുമായിട്ട് വാ, പണം തരാം. ചെയ്ത് കാണിക്കണം പ്രഭു.